ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു ഔഷധമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നല്ല, ജീവാമൃതം. അത് പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മൾ ഇന്ന് ഒറ്റയ്ക്കല്ല കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ മോളും ഉണ്ട് എൻ്റെ കൂടെ. മോള് ശ്രേയ തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിൽ പഠിക്കണു. ഇതിപ്പോൾ ലാസ്റ്റ് ഇയർ ആണ്. അടുത്ത മാസം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ നമ്മളുടെ കൈക്ക് ഒരു ചെറിയൊരു പരിക്ക് വെച്ച് വീണിട്ട് കൈയൊന്ന് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് മോള് പറഞ്ഞത്, എന്നാൽ നമ്മളുടെ PRS ഫാമിലിക്ക് വേണ്ടിയിട്ട് മോള് കുറച്ച് സംഭവങ്ങളായിട്ട് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അത് നമ്മൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അല്ലേ. അപ്പൊ നമ്മള് അമ്മ പൊതുവേ ചെയ്യാറ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ചെടികള് നടുക, അതിന് വേണ്ടുന്നുള്ള ജൈവ വളങ്ങള് അങ്ങനത്തെ ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ അതിന് പുറമെ നമുക്ക് ഇപ്പൊ കുറെ ഉണ്ടല്ലോ അല്ലെ, ജീവാമൃതം, പിന്നെ ഘനജീവാമൃതം, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അതും നമുക്ക് മണ്ണിനായാലും ചെടിക്കായാലും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ അതിന്റെ വിളവ് കൂട്ടാനും ഒക്കെ ഉപകാരപ്പെടും. PRS ഫാമിലി മെമ്പേഴ്സ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒത്തിരി യൂസ്ഫുൾ ആയ സംഭവമാണ്. കാരണം ഇപ്പൊ നമുക്ക് എല്ലാവരും നല്ല രീതിക്ക് കൃഷി ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇരട്ടി വിളവ് കിട്ടും. അപ്പൊ അത് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഏതാണ് മോളെ തയ്യാറാക്കണ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജീവാമൃതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ജീവാമൃതം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മോള് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഒന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ 2 ലിറ്റർ ജീവാമൃതം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ml ഗോമൂത്രവും 100 ഗ്രാം ചാണകവും. പിന്നെ വേണ്ടത് കുറച്ച് ഒരു 2 ഗ്രാം ശർക്കര, അതുപോലെ 2 ഗ്രാം പയറുപൊടി, പിന്നെ ഒരു തരി ചെറുപയറിന്റെ പൊടി. ചെറുപയർ പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു തരി മണ്ണും കൂടിയാണ് ആവശ്യമുള്ളത്. ഇനിയിപ്പോ ചിലർ ചോദിക്കും, ഈ എന്താ പറയാ ഗോമൂത്രം, അത് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ? ഗോമൂത്രം വേണം, നിർബന്ധം, ഓപ്ഷൻ. പക്ഷെ യൂണിവേഴ്സിറ്റികളിൽ അല്ലെ വാങ്ങാൻ കിട്ടും. ഇവിടെ തൃശ്ശൂര് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ടാണെങ്കിലും അത് ചെയ്യാം. അല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല, ഗോമൂത്രം വേണം കേട്ടോ. അപ്പൊ നമുക്കത് തയ്യാറാക്കാം അല്ലെ. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മള് ഇതിലോട്ട് ചാണകം ഇടുകയാണ്, ഈ എടുത്തു വെച്ച വെള്ളത്തിലോട്ട് അല്ലെ. പിന്നെ 100 ml ഗോമൂത്രം, ശർക്കര അല്ലെ, ശർക്കര പൊടിച്ചത്, പയറുപൊടി, ചെറുപയർ കേട്ടാ. അത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് മണ്ണും കൂടെ. മണ്ണിന് ഇത്ര അളവൊന്നുമില്ല, കുറച്ച് മണ്ണ് നമ്മളിവിടെ അല്ലെ. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഇത് ഇളക്കണയിലാണ് കാര്യം. നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യുക. അത് ഇത്ര പ്രാവശ്യം ഇളക്കണം അങ്ങനെയുണ്ടോ? ഇല്ല, നന്നായി മിക്സ് ആവണ വരെ ഇളക്കുക. അപ്പൊ ഇത് ഇളക്കി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിത് എത്ര ദിവസം? നമുക്ക് 2 ദിവസം ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വരും. അപ്പോ എന്തെങ്കിലും ചണച്ചാക്ക കൊണ്ട് മൂടി വെക്കുക. രാവിലെയും വൈകുന്നേരം ഒരേ ഡയറക്ഷൻ. ഇപ്പൊ ക്ലോക്ക് വൈസ് ആണ് ഇളക്കിയെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇളക്കുക രാവിലെയും വൈകുന്നേരം. അപ്പൊ ചണച്ചാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിലും കോട്ടന്റെ തുണി ആയാലും മതി അല്ലെ. അപ്പൊ നമ്മള് കോട്ടന്റെ തുണി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക. മൂടി വെച്ചിട്ട് അടക്കരുത്, അതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് എയർ സർക്കുലേഷൻ വേണം, മൂടി വെച്ച് അടക്കരുത്, വീഴരുത്. അപ്പൊ എന്നിട്ട് മഴ നനയാതെ മാറ്റി വെക്കുക. 2 ദിവസം നമ്മള് ഒരേ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാല് അത് ഇളക്കുക. അതിനുശേഷം 3ാമത്തെ ദിവസം എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾ തെളിക്കേണ്ടത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഇത് എടുത്തു. ഇപ്പൊ ഒരു കപ്പ് ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 10 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്യണം. ഇനിയിപ്പോ ഇതിന്റെ ഗുണം, ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും, ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്താണ് കാര്യം എന്നുള്ളത് വരുമല്ലോ അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനാണെന്നുള്ളത് അതൊന്നും പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കാൻ വളരെ സഹായകമാണ്. അതുപോലെ തന്നെ pH കറക്റ്റ് ചെയ്യുക, മണ്ണിരയുടെ വർധനവ്, അങ്ങനെ പല കാര്യങ്ങൾക്കും നല്ലതാണ്. ഇപ്പൊ ഏറ്റവും ചെടിക്ക് ആവശ്യം അതിന് ഒരു രോഗപ്രതിരോധ ശേഷിയാണല്ലോ. അപ്പോൾ അത് നിലനിർത്താനും ഇത് വളരെ ഫലപ്രദമാണ്. അതായത് ഇപ്പൊ നമുക്ക് നല്ല കരുത്തുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ അസുഖം ബാധിക്കില്ല. അപ്പൊ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തായിട്ട്, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവില്ല. പിന്നെ മണ്ണിന്റെ pH അത് നമുക്ക് പ്രധാനമാണ് അല്ലെ. മണ്ണിന്റെ pH നമുക്ക് വളരെ പ്രധാനമാണ്. മണ്ണിന്റെ pH കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വേരുകൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല.
അപ്പൊ ആ pH കറക്റ്റ് ആക്കാം. മാത്രമല്ല ഇതില് മണ്ണിൽ നല്ല ജീവാണുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്ത വിഘടിപ്പിച്ച് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരുപാട് ഉപകാരമുണ്ട്. ഒന്ന് രണ്ടല്ല, ഒത്തിരി ഉപകാരമാണ്. പിന്നെ മണ്ണിര നമുക്ക് നമ്മുടെ കർഷകന്റെ കലപ്പയാണല്ലോ അല്ലെ, അത് വർദ്ധിപ്പിക്കാനും ഇത് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. ഗോമൂത്രം മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പൊ ബാക്കി എല്ലാം വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ ഒരു അളവ് മാത്രമല്ല, ഇതിനിപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ അളവ് വേണമെങ്കിൽ അപ്പൊ അവർക്ക് ഇതിന്റെ അളവ് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ അളവൊക്കെ കൂടുതലാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ കൂടുതൽ അളവ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ ഇത് എന്താണ് എന്നുള്ളതും ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, ഇത് കൂടുതൽ അളവ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് എഴുതിയിടാം അല്ലെ അതില്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോ എന്താ ഇവരോട് പറയാനുള്ള, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം അല്ലെ. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ വീട്ടില്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആണ് ഇത്. അപ്പൊ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കമന്റ് ചെയ്യണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോൾക്ക് അത് പറഞ്ഞു തന്നതിനുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മള് അടുത്തത് ഇനി എന്താ, ബീജാമൃതം. ഇനി നമ്മള് ബീജാമൃതം എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിന്റെ ഗുണം എന്താണെന്നുള്ളത് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.